നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വിവോയുടെ Y12s എന്ന മോഡലിൻ്റെ അൺബോക്സിംഗ് ആണ്. ഓൾമോസ്റ്റ് 2 മാസത്തോളം ആയി ഈ മൊബൈൽ നമുക്ക് മാർക്കറ്റിൽ വന്നു തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ ചാനലിനകത്ത് കമ്മ്യൂണിറ്റി ടാബിനകത്ത് ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. കുറച്ച് 10,000 രൂപയ്ക്ക് റേഞ്ചുള്ള കുറച്ച് ഫോണുകളുടെ പേരൊക്കെ കൊടുത്തുകൊണ്ട്. അപ്പോൾ ഒരുപാട് പേര്, ഏറ്റവും കൂടുതൽ ആളുകൾ വോട്ട് ചെയ്തത് ഈ ഒരു Y12s എന്ന മോഡലിൻ്റെ അൺബോക്സിംഗ് വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഈ മോഡലിൻ്റെ അൺബോക്സ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് ഈ ഒരു മൊബൈൽ അൺബോക്സ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ റിവ്യൂ ചെയ്യാനായിട്ട് തന്നത് തൃശ്ശൂർ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ മൊബൈൽ ഫോൺ ഹോം അപ്ലയൻസ് ഡീലറായ വേണൂസ് ഡിജിറ്റൽ ആർക്കേഡിൻ്റെ മണ്ണുത്തി ഷോറൂമായ വേണൂസ് ഡിജിറ്റൽ ആർക്കേഡ് മണ്ണുത്തി മൊബൈൽസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഷോപ്പിനകത്ത് വന്നു കഴിഞ്ഞാൽ എല്ലാവിധ മൊബൈൽ ഫോണുകളും ഹോം അപ്ലയൻസും EMI ആയിട്ടും അതുപോലെ തന്നെ ഡിസ്കൗണ്ട് പ്രൈസിലും കിട്ടുന്നതാണ്. വേണൂസ് ഡിജിറ്റൽ ആർക്കേഡിന് തൃശ്ശൂർ ജില്ലയിലുടനീളം 15ഓളം ഷോറൂമുകളുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ടാണ് അവിടെ പോകുന്നതെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളും അതുപോലെ തന്നെ ഓഫറുകളൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്കിനി ഡയറക്റ്റായിട്ട് ഈ ഫോണിൻ്റെ വിവോ Y12s എന്നീ മോഡലിൻ്റെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് വിവോ Y12s എന്ന ഫോണിൻ്റെ ബോക്സ് എന്ന് പറയുന്നത്. ഇതൊരു 3GB RAM 32GB സ്റ്റോറേജുള്ള മൊബൈലാണെന്ന് ഇതിൻ്റെ ബോക്സിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അതുപോലെ വിവോയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. പിന്നെ Y12s എന്ന പേര് കൊടുത്തിട്ടുണ്ട്. തൊട്ട് മുൻപ് ഇറങ്ങിയ Y20 സീരീസുകൾ കണ്ടിട്ടുള്ള രീതിയിലുള്ള ഒരു ബോക്സാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഫോണിൻ്റെ സൈഡുകളിൽ, ബോക്സിൻ്റെ സൈഡുകളിലൊന്നും കാര്യമായിട്ടൊന്നും കൊടുത്തിട്ടില്ല. ഈ ഫോണിൻ്റെ ബാക്ക് സൈഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ആണ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഹോളോഗ്രാഫിക് ഗ്രേഡിയൻറ്റ് കളർ ഡിസൈൻസ് ഒക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെ ഇതിൻ്റെ ബോക്സിനകത്ത് എന്തൊക്കെ ഐറ്റംസാണ് കിട്ടുന്നത് എന്ന് കൊടുത്തിട്ടുണ്ട്. ഒരു ചാർജർ, ഹാൻഡ് സെറ്റ്, പിന്നെ USB കേബിൾ, വാറണ്ടി കാർഡ്, അങ്ങനെ കുറച്ച് സിം എജക്റ്റിംഗ് ടൂൾ, അങ്ങനെ ഫോണിൻ്റെ ബോക്സിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ MRP ഡീറ്റെയിൽസ്, സാർ വാല്യൂ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ IMEI നമ്പർ കാര്യങ്ങൾ. പിന്നെ ഇപ്പോൾ ഞാനിന്ന് അൺബോക്സ് ചെയ്യുന്നത് ഇതിൻ്റെ ഫാൻറ്റം ബ്ലാക്ക് എന്നൊരു കളറാണ്. ഇതിൻ്റെ തന്നെ ഒരു ബ്ലൂ കളർ കൂടി മാർക്കറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, വിവോയുടെ എല്ലാ മൊബൈലുകളും മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റാണ്. ഇന്ത്യയിൽ മാത്രം, ഇന്ത്യയിലെ സ്റ്റാഫുകളെ കൊണ്ട് നിർമ്മിക്കുന്ന ഒരു മോഡലാണ് വിവോയുടെ എല്ലാ ഫോണുകളും. ഒരു പ്യുവറായിട്ടുള്ള ഒരു ഇന്ത്യൻ ഫോണാണ് വിവോയുടെ എല്ലാ ഫോണുകളും. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസൊക്കെ നമുക്കിനി ഫോൺ തുറന്നു കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ മെയിൻ ബോക്സ് തുറന്ന് നോക്കുമ്പോൾ ഇതിനകത്ത് ഇത്തരത്തിലുള്ള ഒരു ചെറിയൊരു ബോക്സ് കിട്ടും. അപ്പോൾ ഇതിനകത്താണ് ഇതിൻ്റെ ബാക്ക് പൗച്ചും അതുപോലെ തന്നെ വാറണ്ടി കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഇതാണ് നമ്മുടെ വിവോയുടെ Y12s എന്ന മോഡലിൻ്റെ ഫോൺ എന്ന് പറയുന്നത്. നമുക്ക് ഈ ഫോൺ മാറ്റി വയ്ക്കാം. നമുക്ക് ഇതിൻ്റെ ബോക്സിനകത്ത് എന്തൊക്കെ ആക്സസറീസാണ് കിട്ടുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ മെയിൻ ബോക്സ് തുറന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ഷീറ്റ് കിട്ടും. അതിന് താഴെ ഇതിൻ്റെ ചാർജർ, അതുപോലെ ഡാറ്റ കേബിളൊക്കെ ഉണ്ടാവും. ചാർജർ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ ഫാസ്റ്റിൽ ചാർജ് കയറുന്ന ഒരു ചാർജറാണ്. വലിയൊരു അഡാപ്റ്ററാണ്. തൊട്ട് മുൻപ് ഇറങ്ങിയ Y20i പോലെയുള്ള മൊബൈലുകൾ കണ്ടിട്ടുള്ള രീതിയിലുള്ള ഒരു അഡാപ്റ്ററാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിനകത്ത് ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു മൈക്രോ USB കേബിൾ കൊടുത്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള കേബിളാണ് ഇതിനകത്ത് വരുന്നത്. അതുപോലെ തന്നെ ഈ ഫോണിൻ്റെ ബോക്സിൻ്റെ കൂടെ ഒരു ഹെഡ്സെറ്റ് വരുന്നില്ല. ഇപ്പോൾ വരുന്ന പല പ്രീമിയം ഫോണുകളുടെ കൂടെ ഹെഡ്സെറ്റോ അല്ലെങ്കിൽ ചാർജറോ ഒന്നും വരുന്നില്ല എന്നുകൂടി നമ്മൾ ഓർക്കണം. ഇതുപോലെ തന്നെ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ബാക്ക് കേസും കൂടി ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. നമ്മൾ അഡീഷണൽ ആയിട്ട് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കമ്പനി തരുന്നുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള, നല്ല സ്ട്രോങ് ആയിട്ടുള്ള, വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ബാക്ക് പൗച്ച് ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ഇതിൻ്റെ വാറണ്ടി പേപ്പേഴ്സും കാര്യങ്ങളും, അതുപോലെ യൂസർ മാനുവൽ, പിന്നെ സിം എജക്റ്റിംഗ് ടൂൾ, അത്തരം കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്തരം ആക്സസറീസൊക്കെയാണ് നമുക്ക് ഈ ഫോൺ വാങ്ങിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് ഈ മൊബൈലിൻ്റെ ഡിസൈൻ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ കണ്ടാൽ തന്നെ അറിയാം, നല്ല രീതിയിലൊരു പ്രീമിയം ഫോണിൻ്റെ ലുക്ക് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. 10,000 രൂപയ്ക്ക് താഴെ വില മാത്രം വരുന്നുള്ള ഒരു മൊബൈലാണെന്ന് നമുക്ക് പറഞ്ഞാൽ വിശ്വസിക്കാൻ സാധിക്കില്ല. അത്രയേറെ ഡിസൈൻ വൈസ് വളരെയേറെ ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ക്യാമറയൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു റെക്ടാങ്കുലർ ഷേപ്പിൽ നമ്മൾ വിവോയുടെ തന്നെ V സീരീസിലൊക്കെ കണ്ടിട്ടുള്ള രീതിയിലുള്ള ഒരു ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വളരെ ഭംഗിയുള്ള ഒരു കളറാണ്. ഇതിൻ്റെ തന്നെ മറ്റൊരു ബ്ലൂ കളർ കൂടി നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഡിസൈൻ വൈസ് നമ്മൾ എന്തായാലും 100% സാറ്റിസ്ഫൈ ആവുന്ന ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഫോണിൻ്റെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ സൈഡിലാണ് ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ കൊടുത്തിട്ടുള്ളതെന്ന് നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ ഇതിൻ്റെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ കീകളും ഓൺ സ്വിച്ചൊക്കെയാണ് ഇവിടെ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. താഴെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു സ്പീക്കർ ഗ്രില്ലുകളും അതുപോലെ തന്നെ മൈക്രോ USB പോർട്ടും കൊടുത്തിട്ടുണ്ട്. മൈക്രോഫോണിൻ്റെ ഒരു ഹോൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3.5 mm ഓഡിയോ ജാക്കിൻ്റെ ഒരു ഹോളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫോണിൻ്റെ താഴെ ഭാഗത്ത് കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ. ഇതിൻ്റെ മറ്റേ സൈഡിൽ കാര്യമായിട്ട് സ്വിച്ചുകളൊന്നുമില്ല. ഒരു സിം കാർഡ് ഹോൾഡർ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി ഫോൺ ഓണാക്കാം.
അപ്പോൾ എന്തായാലും ഈ മൊബൈൽ ഓൺ ആവുന്ന നേരം കൊണ്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ചാനലിനകത്ത് ഒരുപാട് മൊബൈൽ ഫോണുകളുടെ അൺബോക്സിങ് വീഡിയോകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഓപ്പോ, വിവോ, സാംസങ്, റെഡ്മി, റിയൽമി അങ്ങനെ ഒരുപാട് ഫോണുകളുടെ അൺബോക്സിങ് വീഡിയോകൾ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫ്രീ ആണെങ്കിൽ അതൊന്നും കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഞാൻ ഒരുപാട് മൊബൈൽ ഫോണുകളുടെ സർവീസ് വീഡിയോകളും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. മൊബൈൽ ഫോൺ റിപ്പയർ ചെയ്യുന്ന വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ അതുകൂടി കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. അപ്പോൾ വിവോയുടെ Y12s എന്ന ഈ മോഡൽ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞ് ഓണാക്കി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു സ്ക്രീനാണ് നമുക്ക് കാണാൻ സാധിക്കുക. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, ഒറ്റ നോട്ടത്തിൽ വളരെയേറെ ബ്രൈറ്റ്നസ് ഉള്ള നല്ല HD ആയിട്ടുള്ള ഒരു സ്ക്രീനാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. നല്ലൊരു ബ്രൈറ്റ്നസ് ഉണ്ട്, നല്ലൊരു കളർ ടോണുകളെല്ലാം നമുക്ക് വിസിബിൾ ആയിരിക്കുന്ന രീതിയിൽ വളരെ ബ്രൈറ്റ്നസ് ആയിട്ടുള്ള വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു സ്ക്രീനാണ് കൊടുത്തിട്ടുള്ളത്. ഇതിനകത്ത് അരികുകളൊക്കെ വളരെ കുറവാണ്. വെസൽലെസ് ആയിട്ടുള്ള ഒരു സ്ക്രീനാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ഹാലോ ഫുൾ വ്യൂ ഡിസ്പ്ലേയിലാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ ഒരു ഫ്രണ്ട് സൈഡിൽ തന്നെ സെൻട്രലായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ വളരെ സ്ട്രെയിറ്റ് ആയിട്ടും സെൻട്രലൊക്കെ ആയിട്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാനായിട്ട് സാധിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. വിവോയുടെ തന്നെ ഏറ്റവും പുതിയ OS ആയിട്ടുള്ള ഫൺ ടച്ച് OS 11 ഈ ഫോൺ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും പുതിയ മൊബൈലുകൾ കണ്ടിട്ടുള്ള രീതിയിലുള്ള ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും നമുക്ക് ഇതിനകത്ത് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ഒറ്റ നോട്ടത്തിൽ ഇതിൻ്റെ ഡിസ്പ്ലേ വൈസ് നമുക്ക് വളരെയേറെ സാറ്റിസ്ഫൈഡ് ആണ്. നമുക്ക് 100 മാർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഡിസ്പ്ലേ ആണ്. ടച്ച് റെസ്പോൺസൊക്കെ ആയാലും നല്ല ഫാസ്റ്റാണ്. നമ്മൾ അത്യാവശ്യം ഗെയിമിംഗ് ഒക്കെ ഉള്ള ആളാണെങ്കിൽ കൂടി ഒരു ഹെവി ഗെയിം അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ കൂടി പറ്റിയൊരു മൊബൈലാണ് വിവോയുടെ Y12s എന്ന് പറയുന്നത്. നല്ല രീതിയിൽ ടച്ച് റെസ്പോൺസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻസൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ നിരോധിച്ച ചൈനീസ് ആപ്പുകളൊന്നും ഇൻബിൽട്ടായിട്ട് കൊടുത്തിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ സെറ്റിങ്സൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ കളർഫുൾ ആയിട്ടുള്ള ഐക്കണുകളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഫൺ ടച്ച് OS 11 ആണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു മോഡലാണ് Y12s എന്ന് പറയുന്നത്. ഇതിൻ്റെ സെറ്റിങ്സ് നോക്കുമ്പോൾ നമുക്ക് കാണാം 3GB റാമും 32GB ആണ് ഇതിൻ്റെ സ്റ്റോറേജ് എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രോസസ്സർ എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗണിൻ്റെ 439 ഒക്ടാകോർ പ്രോസറാണ് കൊടുത്തിട്ടുള്ളത്. സ്നാപ്ഡ്രാഗണിൻ്റെ പ്രോസസ്സർ ആയതുകൊണ്ട് തന്നെ വളരെ മികച്ച രീതിയിലുള്ള പെർഫോമൻസൊക്കെ നമുക്ക് ഇതിനകത്ത് കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ OS എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് 11 ഇത് പ്രവർത്തിക്കുന്നത്. ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ളൊരു മൊബൈലാണ്. അത് ആൻഡ്രോയിഡ് 11 തന്നെ പുറത്തിറങ്ങിയിട്ടുള്ളൊരു മൊബൈലാണ്. അതുകൊണ്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഹാങ്ങോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്ത് ഉണ്ടാവില്ല എന്നുള്ളതും ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നി. ടച്ച് റെസ്പോൺസ് ആയാലും ഡിസ്പ്ലേ ക്വാളിറ്റിയിലായാലും അതുപോലെ തന്നെ യൂസർ ഇൻ്റർഫേസിലൊക്കെ ആയാലും വളരെ മികച്ച രീതിയിൽ നിൽക്കുന്ന ഒരു മൊബൈലാണ് വിവോയുടെ Y12s എന്ന് പറയുന്നത്. അപ്പോൾ ഓവറോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ടച്ച് സ്മൂത്തും നല്ലൊരു ഡിസ്പ്ലേ ക്ലാരിറ്റിയൊക്കെ ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഫോണിൻ്റെ ക്യാമറ കാറ്റഗറിയിലേക്ക് കിടക്കാം. ക്യാമറയെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഒരു ആവറേജ് ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. നമുക്കറിയാം 10,000 താഴെ നമുക്ക് കിട്ടുന്നതൊക്കെ ഒരു ബഡ്ജറ്റ് ഫോണുകളാണ്. എന്നാൽ ഇതിൻ്റെ ക്യാമറ എന്ന് പറയുന്നത് അത്ര ഒട്ടും മോശമല്ലാത്ത രീതിയിലുള്ള ഒരു ക്യാമറ കൊടുത്തിട്ടുണ്ട്. 13 മെഗാപിക്സലാണ് ഇതിൻ്റെ മെയിൻ ക്യാമറ എന്ന് പറയുന്നത്. വളരെ ക്ലാരിറ്റിയുള്ള അത്യാവശ്യം നല്ല രീതിയിൽ സൂം ചെയ്താലും ക്ലാരിറ്റി കുറയാത്ത രീതിയിലുള്ളൊരു ഫോട്ടോസാണ് നമുക്ക് കിട്ടുന്നത്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ടായിരിക്കും. ലൈവായിട്ട് എടുത്തൊരു ഫോട്ടോ ആണ്. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. അത്യാവശ്യം നല്ല ഔട്ട്ഡോറിലൊക്കെ പോയി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോസ് കിട്ടുന്നതാണ്. സെൽഫി ക്യാമറയിലും അത്യാവശ്യം മികച്ച് നിൽക്കുന്നുണ്ട്. ഒരുപാട് പോർട്രേറ്റ് മോഡുകളും അതുപോലെ തന്നെ ബ്യൂട്ടി മോഡുകളൊക്കെ വരുന്നൊരു ക്യാമറയാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇതിലുള്ള സെൽഫി ക്യാമറയിൽ ലൈവായിട്ട് എടുത്തൊരു സെൽഫിയാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ക്വാളിറ്റി ഉണ്ട് ഇതിനകത്ത്. സൂം ചെയ്താലും ക്ലാരിറ്റി പോകാത്ത രീതിയിലുള്ളൊരു ക്യാമറയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതൊരു ബഡ്ജറ്റ് ഫോണാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ക്യാമറയ്ക്ക് ഒരു പ്രാധാന്യം കൊടുക്കാത്തൊരു മോഡൽ കൂടിയാണ് Y12s എന്ന് പറയുന്നത്. ഇതിനകത്ത് ലൈവ് ഫോട്ടോ അതുപോലെ ടൈം ലാപ്സ് ഡോക്യുമെൻറ്റ് ബോർഡ് അങ്ങനത്തെ ഒരുപാട് എക്സ്ട്രാ ഫീച്ചേഴ്സ് കൂടി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. വീഡിയോഗ്രാഫി ആയാലും ഫോട്ടോഗ്രാഫി ആയാലും വിവോ പോലുള്ള മോഡലുകളൊക്കെ വളരെയേറെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ബ്രാൻഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാമറയായാലും ഫോട്ടോഗ്രാഫി ആയാലും നല്ല രീതിയിൽ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും എന്നുള്ളതും ഒരു ഉറപ്പാണ്. ഇനി ഫോണിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പ്രോസസ്സർ എന്ന് പറയുന്നത് ഒരു സ്നാപ്ഡ്രാഗണിൻ്റെ 439 പ്രോസസ്സറാണ്. ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഒരു HD ഡിസ്പ്ലേ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ക്ലാരിറ്റിയോട് കൂടി നമുക്ക് സിനിമകളും അതുപോലെ തന്നെ ഫോട്ടോസൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും.
നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഈ മോഡലിൻ്റെ ഡെമോ വീഡിയോ ആണ്. ഒറിജിനൽ ക്യാമറ അത്യാവശ്യം വളരെ മികച്ച രീതിയിലുള്ള സൗണ്ട് ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. സ്പീക്കറിൽ നിന്നൊക്കെ നല്ല രീതിയിലുള്ള സൗണ്ടൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ പാനലൊക്കെ ആയാലും വളരെ നല്ല രീതിയിൽ വളരെ സിമ്പിളായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഈ ഫോണിൻ്റെ ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ബാറ്ററിയാണ്. ഇതിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത് 5000 mAh ആണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ബാറ്ററി ബാക്കപ്പ് ഇതിനകത്ത് കിട്ടും എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ഡിസൈൻ വൈസ് ആയാലും അതുപോലെ തന്നെ ക്യാമറ ആയാലും അതുപോലെ ഈ ഫോണിൻ്റെ പെർഫോമൻസ് ആയാലും പ്രോസസ്സർ ആയാലും ഫിംഗർ പ്രിൻറ്റ്സ് സ്കാനറൊക്കെ ആയാലും നമുക്ക് വളരെ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ട് നമുക്ക് ഈ ഒരു 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്നതിൽ ഒരു വളരെ മികച്ച ഫോണാണ് Y12s എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഫോൺ വാങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ വാങ്ങിക്കാനായിട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡയറക്റ്റായിട്ട് എനിക്ക് മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. താങ്ക്സ് എ ലോട്ട്.